कृष्णदामोदरं रामनारायणं जानकीवल्लभं रामनारायणं जानकीवल्लभं। कौन कहते हैं भगवान आते नहीं, कौन कहते हैं भगवान आते नहीं, याद शबरी को जैसे बुलाते नहीं, याद शबरी को जैसे बुलाते नहीं। अच्युतं केशवं कृष्णदामोदरं रामनारायणं जानकीवल्लभं रामनारायणं जानकीवल्लभं रामनारायणं जानकीवल्लभം. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം. ഹരേ കൃഷ്ണ. ഇപ്പോൾ രാമായണ മാസമാണല്ലോ. എല്ലാവരും രാമായണ മാസ വ്രതമൊക്കെ എടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണസ്വാമിയെയും സീതാദേവീനെയും ഹനുമാൻ സ്വാമീനെയും ഒക്കെ നമുക്ക് ഓർമ്മിക്കാം. രാമായണ കഥ ഫുള്ള് നമുക്ക് വായിക്കാം, രാമായണത്തെക്കുറിച്ച് ഓർക്കാം. അപ്പോൾ എല്ലാവരും ത്രിസന്ധ്യ സമയത്ത് വിളക്ക് കത്തിച്ചിട്ട് രാമരാമനാമം ജപിക്കുക. രാമരാമനാമം എന്ന് പറയുന്നത് ഒരു വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണെന്ന് പറയണ ഒരു 3 രാമ 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 എന്നുള്ള വാക്ക്. അപ്പം അത്രയും മഹത്തായിട്ടുള്ള ഭഗവാന്റെ രാമായണ മാസമാണ്. അപ്പോൾ രാമായണം എല്ലാവരും വായിക്കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് നാരായണീയത്തിൻ്റെ ദശകം 89 മൃഗാസുര കഥയും ഭൃഗു പരീക്ഷണവുമാണ്. അപ്പോൾ വായിക്കാട്ടോ. रमा जाने जाने यदिह तव भक्तेषु विभवो न सम्बन्ध्यः सद्य स्तमिति महा स्तदिहा मदकृत्वा दशमिनामः प्रशान्तिं कृत्वैव प्रदिशति ततः काममखिलं प्रशान्तेषु क्षिप्रं न खलु ഭവതീയേ ചുതികഥാ. അല്ലയോ ലക്ഷ്മീപതിയായ ഭഗവാനെ, ധനം മതത്തെ വളർത്തുമെന്നത് കൊണ്ടാണ് അവിടുത്തെ ഭക്തന്മാർക്ക് എളുപ്പത്തിൽ വേഗമായി സമൃദ്ധിയെ ഉണ്ടാക്കാത്തതെന്ന് അടിയൻ അറിയുന്നു. ശമമില്ലാത്തവർക്ക് ശാന്തി പകർന്ന ശേഷം അവിടുന്ന് സമൃദ്ധിയെ നൽകുന്നു. ശമമുള്ളവർക്ക് അപ്പോൾ തന്നെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ഭക്തർക്ക് അവരുടെ ഐശ്വര്യത്തിന് നാശമേ ഇല്ല തന്നെ. അപ്പോൾ ഭഗവാൻ എന്ത് പറയണ്? ഭഗവാൻ പറയാണ്, അല്ലയോ ലക്ഷ്മീപതിയായ ഭഗവാനെ, ധനം മതത്തെ വളർത്തും എന്നതുകൊണ്ടാണ് അവിടുത്തെ ഭക്തന്മാർക്ക് എളുപ്പത്തിൽ വേഗമായി സമൃദ്ധിയെ ഉണ്ടാക്കാത്തത്. അപ്പം ധനം വന്നു കഴിയുമ്പോഴാണല്ലോ മനുഷ്യർക്ക് അഹങ്കാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ആ ധനം പെട്ടെന്ന് തന്നെ ഭഗവാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഹങ്കാരം വർദ്ധിക്കുകയും അവർ ഭഗവാനെ മറക്കുകയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ടാണ്, അക്കാരണത്താലാണ് ഭഗവാൻ എന്തുകൊണ്ട് തൻ്റെ ഭക്തർക്ക് ധനം പെട്ടെന്ന് തന്നെ കൊടുക്കാത്ത കാര്യം അതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭഗവാനിൽ ആ ഭക്തി വന്നിട്ട് ക്ഷമയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അവർക്ക് ആ ധനം കൊടുക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആ ഐശ്വര്യം ഉണ്ടാവുന്നത്, നമ്മുടെ പ്രാർത്ഥിക്കുന്നവർക്ക് ആ ഐശ്വര്യം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങൾ. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. സദ്യഃ പ്രസാദരുഷിതാൻ വിധിശങ്കരാദീൻ കേചിദ്ദിവോ നിജഗുണാനുഗുണം ഭജന്തഃ ഭ്രഷ്ടാ ഭവന്തി ബദ കഷ്ടമദീർഘ്യ ദൃഷ്ട്യാ സ്പഷ്ടം മൃഗാസുര ഉദാഹരണം കിലാസ്മിൻ. അല്ലയോ സർവേശ്വരനായ ഭഗവാനെ, ചിലരാകട്ടെ അവരുടെ ദീർഘദൃഷ്ടിയില്ലായ്മ മൂലം ക്ഷിപ്രപ്രസാദികളും ക്ഷിപ്രകോപികളുമായ ബ്രഹ്മാവ്, ശിവൻ ആദിയായ ദേവന്മാരെ ഭജിച്ച് നശിക്കുന്നവരായി മാറുന്നു. അത് കഷ്ടം തന്നെയാണ്. ആ വൃകാസുരൻ ഇതിന് മികച്ച ഒരു ഉദാഹരണമത്രേ. അപ്പൊ വൃകാസുരൻ ഇതിന് മികച്ച ഒരു ഉദാഹരണമാണ്.
പെട്ടെന്ന് ധനസമൃദ്ധി അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ശിവഭഗവാനെയും ബ്രഹ്മാവിനെയും ഒക്കെ പൂജിച്ചിട്ട് ചിലരെന്ത് ചെയ്യുകയാണ്, പെട്ടെന്ന് തന്നെ അവർക്ക് പ്രസാദികളും ക്ഷിപ്രകോപികളുമായിട്ടുള്ള ഭഗവാന്മാരാണ് ബ്രഹ്മാവ്, ശിവൻ എന്നൊക്കെ പറയുന്ന. അപ്പൊ ആ ദേവന്മാരെയൊക്കെ ഭജിച്ചിട്ട് നശിക്കുന്നവരായിട്ട് മാറുകയാണ് അല്ലേ. അപ്പൊ ശിവഭഗവാനായാലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, എന്നാൽ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ഭഗവാനാണ് ശിവഭഗവാൻ. അതുകൊണ്ട് തന്നെയാണ് ചില അസുരന്മാരൊക്കെ വന്ന് പെട്ടെന്ന് വരം ചോദിക്കുമ്പോൾ ഭഗവാൻ പെട്ടെന്ന് തന്നെ ക്ഷിപ്രപ്രസാദമായി പെട്ടെന്ന് തന്നെ കൊടുക്കുന്നത്. പക്ഷെ എന്നാൽ ഇത് കിട്ടിക്കഴിയുമ്പോഴോ അവരതിൽ അഹങ്കരിക്കുകയും അവസാനം ഭഗവാന് തന്നെ വന്ന് അവരെ നിഗ്രഹിക്കേണ്ട അവസ്ഥ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലരൊക്കെ ഇല്ലേ ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് വീടൊക്കെ വയ്ക്കില്ലേ, അതൊരു അസുരനാണ് യഥാർത്ഥത്തിൽ. നമ്മളെ അതിലേക്ക് പ്രലോഭിപ്പിക്കുന്നത് ആ ഒരു ആഗ്രഹമാണ്. മനസ്സിലായോ? അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് എന്താ സംഭവിക്കുക, ജീവിതകാലം മുഴുവൻ അവർ ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതം മൊത്തത്തിൽ അതിലേക്ക് ഒഴിഞ്ഞു വെക്കും. അവരുടെ സന്തോഷങ്ങളും സമാധാനങ്ങളും എല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ്. അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ ജീവിക്കാനുള്ള ഐശ്വര്യം ഇല്ലാതാവുകയാണ് അല്ലേ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ബാങ്ക് ലോണൊക്കെ എടുത്ത് വീടൊക്കെ വിൽക്കുന്നത്. പക്ഷെ അവർക്ക് സമാധാനം ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതാണ് ക്ഷിപ്രപ്രസാദം. പെട്ടെന്ന് കിട്ടുന്ന പ്രസാദം എന്ന് പറയുന്നത് നമുക്ക് നിലനിൽക്കണമെന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്രസാദത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ അതായത് അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ആദ്യ ദേവന്മാരെ ഭജിച്ചിട്ട് എന്ത് ചെയ്യുക, നശിക്കുന്നവരായിട്ട് അവര് മാറുകയാണ്. ശകുനി ജഹാസതോ നാരദമേകദാ ത്വരിതദോഷമതൃപദശീദ്വശ്വരം സജദിദേശ ഗിരീശമുപാസിതും നദുഭവന്തമബന്ധുമാസാദുഷു. ഒരിക്കൽ നാരദമുനിയോട് ശകുനിപുത്രനായ ആ വൃകാസുരൻ എളുപ്പത്തിൽ പ്രസാദിപ്പിക്കാവുന്ന ഈശ്വരൻ ആരാണെന്ന് ചോദിച്ചു. പരമശിവനെ ആരാധിക്കാൻ ആ നാരദൻ വൃകാസുരനോട് പറഞ്ഞു. സാധുക്കളല്ലാത്തവരോട്, അതായത് ദുഷ്ടരോട് യാതൊരു ബന്ധുത്വവും പുലർത്താത്ത അവിടത്തെ പേര് ആ നാരദൻ പറഞ്ഞില്ല. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, വൃകാസുരൻ വന്നിട്ട് നാരദമുനിയോട് ചോദിക്കുകയാണ്, ഏറ്റവും പെട്ടെന്ന് പ്രസാദിക്കുന്ന ഭഗവാൻ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഭഗവാൻ ആരാണ്? ശിവഭഗവാനാണ്. അപ്പൊ ശിവഭഗവാൻ അത്രയും നിഷ്കളങ്കനാണ്. അപ്പൊ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ഷിപ്രപ്രസാദം, പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ഭഗവാനാണ് ശിവഭഗവാൻ എന്ന് പറയും. അപ്പൊ നാരദമുനി പറയുകയാണ്, ശിവഭഗവാനെ പ്രാർത്ഥിക്കാൻ പറയുകയാണ്. ഭഗവാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഐശ്വര്യങ്ങളൊക്കെ കൊടുക്കും എന്നുള്ളത് പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഭഗവാൻ നാരായണന്റെ പേര് ഭഗവാന്റെ പേര് പറഞ്ഞില്ല. തപസ്തോത്വാ ഘോരം സകലു കുപിതഃ സപ്തമദിനേ ശിരശ്ചിത്വാ സദ്യഃ പുരഹരമുപസ്ഥാപ്യ പുരതഃ അതിശുദ്രം രൗദ്രം ശിരസി കരദാനേന നിധനം ജഗന്നാഥ് വവ്രേ ഭവതി വിമുഖാനാം ക്വശുപതി. 7 ദിവസം ആ വൃകാസുരൻ പരമശിവന്റെ പ്രീതിക്കായി കഠിന തപസ് അനുഷ്ഠിച്ചു. എന്നിട്ടും പ്രസാദിക്കാത്തത് കണ്ട് കോപത്തോടെ അവൻ സ്വന്തം ശിരസ്സറുത്തപ്പോൾ പരമശിവൻ പെട്ടെന്ന് പ്രത്യക്ഷനായി. ഞാൻ ശിരസിൽ കൈവയ്ക്കുന്നവർ മരിച്ചു പോകട്ടെ എന്ന വരം അവൻ പരമശിവനിൽ നിന്നും നേടി. അവിടത്തോട് ഭക്തിയില്ലാത്തവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകുമോ? അപ്പൊ എന്ത് ചെയ്യുകയാണ്, ഈ വൃകാസുരൻ എന്ത് ചെയ്യുകയാണ്, പരമശിവനെ പ്രാർത്ഥിച്ചിട്ട് പരമശിവനിൽ നിന്നൊരു വരം വാങ്ങുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, പരമശിവൻ പ്രത്യക്ഷപ്പെടുന്നില്ല ഭഗവാൻ. അപ്പൊ എന്ത് ചെയ്യുകയാണ്, വൃകാസുരൻ തന്റെ തല അറുക്കാൻ പോവുകയാണ്. അപ്പൊ തല അറുക്കാൻ പോകുന്ന സമയത്ത് പരമശിവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. പരമശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ വൃകാസുരന് വരം കൊടുക്കുകയാണ്. വൃകാസുരൻ ചോദിച്ച വരം, താൻ ആരുടെ കയ്യിലാണോ തലയിലാണോ കൈവയ്ക്കുന്നത് അവർ ഭസ്മമായി പോകണം എന്നുള്ള വരമാണ് ഈ വൃകാസുരൻ വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ വരം പരമശിവൻ അപ്പൊ തന്നെ ഒന്നും ആലോചിക്കാതെ അങ്ങനൊരു വരം ആ ദുഷ്ടനായ വൃകാസുരന് കൊടുക്കുകയാണ്. മോക്താരം ബന്ധമുക്തോ ഹരിണപതിരിവാ പ്രാതവ്രത്സോപദരുദ്രം ദൈത്യാദ്വിത്യാസ്മദേവോ ദിശി ദിശി വലതേ പൃഷ്ടദോ ദത്തദൃഷ്ടിഃ തൂഷ്ണീകേ സർവലോകേ തവ പരമതിരോഷ്യന്തമുദീശ ഗർവം ദൂരാദേവാഗ്രസ്തും പടുപടുബപുഷാ തസ്തിഷേ ദാനവായ.
അനന്തരം വരം ലഭിച്ചയുടനെ ആ വൃകാസുരൻ ബന്ധനത്തിൽ നിന്നും മുക്തനാകപ്പെട്ട സിംഹം എന്ന പോലെ വരത്തെ തന്നെ പരമശിവന്റെ നേരെ വരത്തെ പരീക്ഷിച്ചറിയുവാനായി പാഞ്ഞു ചെന്നു. ശിവൻ അസുരനെ ഭയന്ന് പിന്നിലേക്ക് നോക്കിക്കൊണ്ട് എല്ലാ ദിക്കുകളിലേക്കും ഓടി. സർവ്വലോകവും ഇത് കണ്ട് സ്തബ്ധരായി നിശബ്ദമായി നിൽക്കവേ പരമശിവൻ വൈകുണ്ഠത്തിലേക്ക് വരുന്നതായി ദൂരെ നിന്ന് അവിടുന്ന് കണ്ടു. പെട്ടെന്ന് ഒരു വടുവിന്റെ വേഷത്തിൽ അവിടുന്ന് ആ അസുരന്റെ മുന്നിലെത്തി. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? പരമശിവൻ ആ വരം കൊടുത്തപ്പോ ഈ വൃകാസുരൻ എന്ത് ചെയ്യുകയാണ്? അത് ഭഗവാനിൽ തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പരമശിവനെ ഓട്ടിക്കുകയാണ്. അങ്ങനെ വൃകാസുരൻ പുറകെ. അപ്പൊ പരമശിവൻ ഭഗവാൻ ആ വരം കൊടുക്കുകയും ചെയ്തു പോയി. എന്നിട്ട് ഈ ദുഷ്ടനായ അസുരൻ ഇപ്പം വരം കൊടുത്ത ഭഗവാൻ പരമശിവനെ തന്നെ ദ്രോഹിക്കാനായിട്ട് വരുന്നു. അങ്ങനെ ഭഗവാൻ ഓടുകയാണ്. അങ്ങനെ ഭഗവാൻ ഓടി ഓടി വൈകുണ്ഠത്തിലെത്തുകയാണ്. അങ്ങനെ വൈകുണ്ഠത്തിലെത്തുമ്പോഴത്തേക്ക് വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? അവിടുന്ന് ഒരു വടുവിന്റെ വേഷത്തില് ഒരു വടുവിന്റെ വേഷത്തില് ആ അസുരന്റെ മുന്നിൽ എത്തുകയാണ്. ഭദ്രം തേ ശാകുനേയ ഭ്രമസി കിമധുനാ ത്വം പിശാചസ്യ വാചാ സന്ദേഹചേന്മദ്ഭുക്തൗ തവ കിമുന കര്യോഷ്യങ്കുലീമംഗ മൗലൗ ഇദം ത്യാദാക്യമൂഢഃ ശിരസി കൃതകരഃ സോവപദചിഹ്നപാദം ഭ്രംശോ ഹ്യേവം പരോപാസിതുരപി ജഗദീഹ ശൂലിനോ ഭവിത്വമേവ. അല്ലയോ ശകുനിപുത്ര, നിനക്ക് മംഗളം ഭവിക്കട്ടെ. നീ ആ പിശാചിന്റെ, അതായത് ശിവന്റെ വാക്ക് കേട്ട് ഭ്രമിച്ചു പോയതാണ്. വരമായി അവൻ നിനക്കു തന്നെ തന്ന ആ വാക്കുകൾ കളവാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, എന്റെ വാക്കിനെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ കൈവിരൽ നിന്റെ തന്നെ ശിരസിൽ വെച്ചു നോക്കാത്തത് എന്താണ്? എന്നിങ്ങനെയുള്ള അവിടുത്തെ വാക്കുകളിൽ വിശ്വാസം വന്നവനായ ആ മൂഢൻ അവന്റെ തന്നെ ശിരസിൽ കൈവച്ചപ്പോൾ വെട്ടിയിട്ട മരം പോലെ ചത്തു നിലംപതിച്ചു. അന്യരെ പൂജിക്കുന്നവന് ഇതുപോലെ നാശമുണ്ടാകും. ശ്രീ പരമേശ്വരന് പോലും ആശ്രയമായത് അവിടുന്ന് തന്നെയാണ്. അപ്പോ എന്ത് ചെയ്യുകയാണ്? വിഷ്ണു ഭഗവാൻ വന്നിട്ട് ഈ വൃകാസുരനോട് പറയുകയാണ്, വൃകാസുരനെ, നീ ഒരു കാര്യം ചെയ്യൂ. നീ നിന്റെ ഇത് പരമശിവൻ ചുമ്മാ നിന്നെ പറ്റിച്ചതാണ്. പരമശിവൻ അങ്ങനെ വരമൊന്നും കൊടുക്കാനുള്ള കഴിവൊന്നുമില്ല. നീ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നീ നിന്റെ ശിരസിൽ തന്നെ കൈ ഒന്ന് വെച്ച് നോക്കാൻ പറയും. അങ്ങനെ ഈ വൃകാസുരൻ അപ്പൊ അത് കേട്ട പാതി കേൾക്കാത്ത പാതി, അങ്ങനെയാണോ എനിക്ക് തന്നത് ചുമ്മാതെയാണോ എന്ന് കരുതിയിട്ട് ഈ വൃകാസുരൻ തന്നെ തന്റെ ശിരസിൽ ആ കൈ വെക്കുകയാണ്. കൈ വെക്കുന്ന ഉടനെ തന്നെ ആ വൃകാസുരൻ ഭസ്മമായി പോവുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പരമശിവനെ പൂജിച്ചു കഴിഞ്ഞാൽ, പൂജിച്ചിട്ട് ഒരു വരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ തെറ്റായ ഇതിൽ പോയി കഴിഞ്ഞാല് ഇതായിരിക്കും ഗതി എന്നുള്ളതാണ്. അപ്പം ഈ പരമശിവന് പോലും ശിവഭഗവാന് പോലും അഭയം ആരാണ്? വിഷ്ണു ഭഗവാനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും ഒരു അസുരനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ മാംസമൊക്കെ കഴിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുരത്വം ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും വിഷ്ണു ഭഗവാനെയോ കൃഷ്ണനെയോ പൂജിക്കാൻ കഴിയില്ല. അവരൊരിക്കലും ആ കൃഷ്ണഭക്തിയിലോട്ട് വരില്ല. ഇനി വന്നാൽ തന്നെയും അവർക്കതിൽ കൃഷ്ണഭക്തിയിലോട്ട് വന്നാലും അത് പൂർണ്ണമായിട്ട് ഒരു ഭക്തിയിൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അത്രയും എന്താ പറയാ, അത്രയും പ്യുവറായിട്ടുള്ളവർക്കാണ്, അത്രയും ഭഗവാനിൽ അത്രയും ഇതുള്ളവർക്ക് മാത്രമേ ആ കൃഷ്ണഭക്തിയിലേക്ക് വരാൻ പറ്റൂ, കൃഷ്ണനിലേക്ക് അല്ലെങ്കിൽ വിഷ്ണുവിലേക്ക് വരാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ചില അസുരരുണ്ടല്ലോ, കാട്ടാള സ്വഭാവം ഉള്ളവര്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന് വിചാരിക്കുന്നവര്, അവർക്കൊരിക്കലും വിഷ്ണുഭക്തിയിലേക്ക് വരാൻ കഴിയില്ല. മനസ്സിലായോ? അവരെപ്പോഴും ശിവഭക്തിയിലോ ദേവീഭക്തിയിലോ ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. കാരണം ശിവഭഗവാൻ അങ്ങനെ വ്യത്യാസമില്ല. അസുരന്മാരെന്നോ ദേവന്മാരെന്നോ അങ്ങനെയുള്ള വ്യത്യാസം ശിവഭഗവാനില്ല. പക്ഷേ കൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും നോക്കി മനസ്സിലാക്കി അവരെ പരീക്ഷിച്ച് അവർക്കുള്ള ഇത് മനസ്സിലാക്കിയൊക്കെ മാത്രമേ അവരെ ഏറ്റെടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വരം കൊടുക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പരമശിവൻ പോലും ഭഗവാന്റെ കുഞ്ഞിനെ കാണാൻ അവിടെ വരെ ചെന്നിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വൈകുണ്ഠം എന്ന് പറയുന്നത് അതിലും ഉയർന്ന സ്ഥലമാണ്. അവിടെ അതിന് താഴെ വരെ നിൽക്കാനേ ചിലപ്പോ ദേവന്മാർക്ക് പോലും ഇതുള്ളതെന്നാണ് പറയുന്നത്.
മനസ്സിലായോ? അപ്പൊ അത്രയും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത്രയും ഉയർന്ന തലമാണ്. അത്രയും ഇതുള്ളവർക്ക് മാത്രമാണ് ഭഗവാന്റെ ആ വൈകുണ്ഠത്തില്, അല്ലെങ്കിൽ ഭഗവാന്റെ ആ വിഷ്ണു ലോകത്തില്, ഭഗവാന്റെ ആ വൃന്ദാവനത്തിലൊക്കെ എത്താൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ സംസാര സാഗരം കടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ശിവഭക്തർക്ക് ആ സ്ഥാനമാണ്. അസുരന്മാരെ ഒരിക്കലും വിഷ്ണു ഭഗവാൻ അസുരന്മാരെ ഒരിക്കലും സ്വീകരിക്കില്ല. പക്ഷേ തന്നില് ഭക്തിയുള്ള ഭക്തന്മാരെ, നിഷ്കളങ്കരായ ഭക്തന്മാരെ അത്രയും നല്ലവരാണ് കൃഷ്ണൻ സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പെട്ടെന്നൊന്നും കൃഷ്ണഭക്തിയിലോട്ട് വന്നതെന്ന് കരുതി, അല്ലെങ്കിൽ വിഷ്ണു ഭക്തിയിലോട്ട് വന്നതെന്ന് കരുതിയിട്ട് പെട്ടെന്നൊന്നും ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് വാരിക്കോരി ഒന്നും കൊടുക്കില്ല. പക്ഷെ ശിവഭഗവാൻ അങ്ങനെയല്ല, അങ്ങനെ കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ശിവഭഗവാൻ ഇങ്ങനെ ഈ ഒരു അസുരന് വരം കൊടുത്തതുകൊണ്ടാണ് ഈ അസുരൻ തന്നെ അവസാനം ഭഗവാനെ വധിക്കാനായിട്ട് ഓടി വരുന്നത്. മനസ്സിലാക്കൂ നിങ്ങൾ. അതാണ് പറയുന്നത്, ഈ അറിയുന്നവർക്ക് മാത്രം, അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കാനുള്ളതാണ് വരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഭൃഗും കില സരസ്വതി നികടവാസിനസ്താപസാ സ്ത്രീമൂർത്തിഷു സമാധിശന്നധിക സത്വതാം വേതിതും അയം പുനരനാദരാദുദിരത്തരുദ്ധശ്രോഷേ വിദൗ ഹരേഭബിജ ജിഹിംസിഷൗ ഗിരിജയാദ്രതേ ത്വാമഗാദ്. ത്രിമൂർത്തികളായ ദേവന്മാരിൽ ആർക്കാണ് അധികമായി സത്വഗുണമുള്ളതെന്ന് തീർച്ചയാക്കുന്നതിനായി സരസ്വതി നദിയുടെ തീരത്ത് താമസിക്കുന്ന മുനിമാർ ഭൃഗുമഹർഷിയെ ചുമതലപ്പെടുത്തി. ഇക്കാര്യം പരീക്ഷിച്ചറിയുന്നതിനായി ആ ഭൃഗുമഹർഷി ആദ്യം ബ്രഹ്മാവിനെ അനാദരിച്ചുകൊണ്ട് ദേഷ്യം പിടിപ്പിച്ചു. കോപിഷ്ഠനായ ബ്രഹ്മാവ് ആ കോപത്തെ അടക്കി. എങ്കിലും കോപത്തിന് കീഴ്പ്പെട്ടവനായി പിന്നീട് ശ്രീ പരമേശ്വരനും മഹർഷിയുടെ അനാദര പ്രവൃത്തി കാരണം കോപാകുലനായി മഹർഷിയെ കൊല്ലാനൊരുങ്ങി. പാർവതീദേവി അതിനെ തടഞ്ഞു. അങ്ങനെ പരമേശ്വരനും കോപത്തിന് കീഴ്പ്പെട്ടവനായി. അനന്തരം ആ ഭൃഗുമഹർഷി അവിടത്തെ സമീപിച്ചു. അങ്ങനെ ഭൃഗുമഹർഷിയുടെ കാര്യമാണ് പറയുന്നത്. ഭൃഗുമഹർഷി എന്ത് ചെയ്യുകയാണ്? ആദ്യമേ ബ്രഹ്മാവിനെ അനാദരിച്ചുകൊണ്ട് ദേഷ്യം പിടിപ്പിച്ചു. അതിനുശേഷം ശിവഭഗവാനെ അനാദരിച്ചുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ പരമശിവനും ബ്രഹ്മാവും കൂടി എന്ത് ചെയ്യുകയാണ്? കോപാകുലനായിട്ട് ഈ മഹർഷിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാണ്. പാർവതി ദേവി അതിനെ തടയുന്നുണ്ട്. എന്നാലും ഈ ഭൃഗുമഹർഷി ഓടി എവിടേക്ക് വരികയാണ്? വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. സുപ്തം രമാംഗഭുവി പങ്കജലോചനം ത്വാം വിപ്രേ വിഘ്നതിപദേന മുദ്ദോദിതസ്ത്വം ഹ സർവശമസ്വാ മുനിവര്യ ഭവേത് സദാ മേ ത്വത്പാദചിഹ്നമിഹ ഭൂഷണമിത്യവാദീഹ. ലക്ഷ്മി ദേവിയുടെ മടിത്തട്ടിൽ തലവെച്ചുറങ്ങിക്കിടക്കുന്നവനും താമര ഇതൾ പോലെ മനോഹരമായ നേത്രമുള്ളവനുമായ അവിടത്തെ ആ ഭൃഗുമഹർഷി കാലുകൊണ്ട് നെഞ്ചിൽ ചവിട്ടി. അപ്പോൾ അവിടുന്ന് ഉണർന്ന മുനിയെ കണ്ടപ്പോൾ സന്തുഷ്ടനായി എഴുന്നേറ്റ്, അല്ലയോ മഹർഷിയെ, എന്നോട് ക്ഷമിക്കൂ. അവിടുത്തെ ഈ പാദമുദ്ര എനിക്കെന്നും ഒരലങ്കാരമായിരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ ഭൃഗുമഹർഷി എന്ത് ചെയ്യുകയാണ്? എന്നിട്ട് കോപിഷ്ഠനായിട്ട് വന്നിട്ട് അവിടെ ബ്രഹ്മാവിനെയും ശിവഭഗവാനെയും ബ്രഹ്മദേവനെയും ശിവഭഗവാനെയും അവിടെ എന്ത് ചെയ്യുകയാണ്? പോയി ഇതാക്കിയിട്ടാണ്, കോപിഷ്ഠനാക്കിയിട്ടാണ് ഇവിടെ നാരായണന്റെ അടുത്ത്. എന്നിട്ട് നാരായണൻ ഉറങ്ങുന്ന കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ആ ദേഷ്യം നാരായണനെ ചവിട്ടിക്കൊണ്ട് ഈ ഭൃഗുമഹർഷി തീർക്കുകയാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ഭഗവാൻ ആ കാല് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഭഗവാൻ പറയുകയാണ്, അല്ലയോ ഭൃഗുമഹർഷി, മഹർഷി എന്നോട് ക്ഷമിക്കൂ. അവിടുത്തെ ഈ പാദമുദ്ര എനിക്കെന്നും അലങ്കാരമായിരിക്കട്ടെ, എനിക്ക് അവിടുത്തെ പാദമുദ്ര എന്നും അലങ്കാരമായിരിക്കട്ടെ എന്ന് പറയുകയാണ്. നിശ്ചിത്യ തേജസ്സുദൃഢം ത്വയി ബദ്ധഭാവഃ സാരസ്വതാ മുനിവരദതിരേ വിമോക്ഷം ഹ ത്വാമേവമച്യുത പുനച്യുതി ദോഷഹീനം സത്വോച്ചയാതൈകുമേ കയതുമനേവ വയം ഭജാമഹ. നിശ്ചിന്ത തേജസുധൃതം ത്വയി ബദ്ധഭാവഃ സാരസ്വത്യാ മുനിവര്യാദതിരേ വിമോക്ഷം ഹ ത്വാമേവമച്യുത പുനച്യുതി ദോഷഹീനം സത്വോച്ചയൈതകതുനുമേവ വയം ഭജാമഹ. ഇപ്രകാരം അവിടുന്ന് സത്വഗുണ സമ്പൂർണനാണെന്ന് തീർച്ചയാക്കിയ സരസ്വതി നദിക്കരയിലെ മുനിമാർ അവിടത്തിൽ ഉറച്ച ഭക്തരായി തീർന്ന് മോക്ഷത്തെ പ്രാപിച്ചു. അല്ലയോ അച്യുത,
ച്യുതിയില്ലാത്തവനും സമ്പൂർണ്ണ സത്വഗുണത്തിന്റെ ഏകമായ സ്വരൂപത്തോടു കൂടിയവനുമായ അവിടത്തെ തന്നെ അടിയങ്ങൾ ഭജിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? അങ്ങനെ ഈ ഭൃഗു മഹർഷി വന്ന് തൻ്റെ ശരീരത്തിൽ ചവിട്ടിയിട്ട് പോലും ഭഗവാൻ ആ ഭൃഗു മഹർഷിയോട് ക്ഷമിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത്രയും ക്ഷമാശീലനാണ്. നോക്കൂ, ഭഗവാൻ എന്ന് പറയുന്നത് അത്രയും ക്ഷമാശീലനാണ്. അപ്പൊ അങ്ങനെയുള്ള സത്വഗുണ സമ്പൂർണനാണ് ഭഗവാൻ. അങ്ങനെയുള്ള സത്വഗുണ സമ്പൂർണനായ ഭഗവാനെ സരസ്വതി നദിക്കരയിലെ മുനിമാർ അവിടത്തെ ഉറച്ച ഭക്തരായി തീർന്നിട്ട് എന്ത് ചെയ്യുകയാണ്? മോക്ഷത്തെ പ്രാപിക്കുകയാണ് അവര്. അപ്പോൾ ഇപ്പം ശിവഭഗവാനാണെങ്കിൽ ക്ഷിപ്രകോപിയാണല്ലോ. ഇങ്ങനെ ഒരാൾ വന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭഗവാൻ കോപിക്കും. അതുപോലെ കാമദേവന്റെ മുമ്പത്തെ ഒരു ഇതറിയാം, ആ ബാണം തൊടുക്കുമ്പോഴാണ് ഭഗവാൻ പെട്ടെന്ന് കണ്ണു തുറന്ന ആ ദൃഷ്ടിയിൽ നിന്ന് ആ ഭസ്മമായി തീർന്ന ആ നിമിഷത്തിൽ. അപ്പൊ അതാണ്. പക്ഷേ വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞാൽ, കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പീസ്ഫുൾ ആണ്, അത്രയും ഭഗവാൻ ക്ഷമയുള്ള ഭഗവാനാണ്. സത്വഗുണ പ്രധാനനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. അതായത് ഭഗവാനെ ഇത്രയും ചവിട്ടിയിട്ട് കൂടി ഭഗവാൻ ക്ഷമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ലക്ഷ്മി ദേവി വരെ പിണങ്ങി പോകുമെന്നാണ് പറയുന്നത്. ലക്ഷ്മി ദേവി വരെ പിണങ്ങി പോയിട്ട് വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരുമലയിൽ അവിടെയാണ് പോകുന്നത്. അവിടെ അതാണ് തിരുമല വാസനായിട്ട് ഭഗവാൻ പിന്നീട് വരുന്നത്, ശ്രീനിവാസനായിട്ട്. ശ്രീനിവാസ ഗോവിന്ദ, ശ്രീ വെങ്കടേശ ഗോവിന്ദ, ഭക്തവത്സല ഗോവിന്ദ, ഭാഗവത പ്രിയ ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോകുലനന്ദന ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ, എഴിമലവാസ ഗോവിന്ദ, നന്ദനന്ദന ഗോവിന്ദ, നീലമേഘശ്യാമ ഗോവിന്ദ, ഭക്തവത്സല ഗോവിന്ദ, ഭാഗവത പ്രിയ ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോകുലനന്ദന ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോകുലനന്ദന ഗോവിന്ദ, ഗോവിന്ദ ഗോവിന്ദ. അപ്പൊ അതാണ്, അങ്ങനെയാണ് കഥ. ജഗസൃഷ്ടാദൗ ത്വാം നിഗമനി വഹൈർവന്ദിഭിരീ വസ്തുതം വിഷ്ണു സച്ചിത് പരമരാസനിർദ്വൈത വപുഷം ഹാ പരമാത്മനം ഭൂമൻ പശുപാവനിതാഭാഗ്യനിവഹം പരിതാപശ്രാന്തേ പവനപുരവാസിൻ പരിഭജേ. പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യകാലത്തിൽ സ്തുതി പാടകരാലെന്ന പോലെ വേദങ്ങളാൽ സ്തുതിക്കപ്പെട്ടവനും സച്ചിദാനന്ദ സ്വരൂപനും ഗോപികമാരുടെ ഐശ്വര്യമായവനും സർവവ്യാപിയും ഗുരുവായൂരിൽ വസിക്കുന്നവനുമായ അലയോ വിഷ്ണു ഭഗവാനെ, സകല ദുഃഖ ശാന്തിക്കായി അവിടത്തെ അടിയൻ ഭജിക്കുന്നു. അപ്പം സകല ദുഃഖങ്ങളെ അല്ലയോ ഗുരുവായൂരപ്പാ, പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യകാലത്തിൽ സ്തുതി പാടകരാൽ എന്ന പോലെ വേദങ്ങളാൽ സ്തുതിക്കപ്പെട്ടവൻ, അങ്ങനെ വേദങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെട്ടവനും സച്ചിദാനന്ദ സ്വരൂപനും ഗോപികമാരുടെ ഐശ്വര്യമായവനും, അപ്പൊ ഗോപികമാരുടെ ഐശ്വര്യമായവനും സർവവ്യാപിയും എല്ലായിടത്തും വ്യാപിക്കുന്നവനും ഗുരുവായൂരിൽ വസിക്കുന്നവനുമായ അലയോ വിഷ്ണു ഭഗവാൻ. അങ്ങനെ ഗുരുവായൂരിൽ വസിക്കുന്നവനുമായ അലയോ വിഷ്ണു ഭഗവാനെ, സകല ദുഃഖശാന്തിക്കായി അവിടത്തെ അടിയൻ ഭജിക്കുന്നു. എല്ലാ ദുഃഖങ്ങളുടെയും ശാന്തിക്കായിട്ട് അടിയൻ അവിടത്തെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ദശകം 90 വിഷ്ണു മഹത്വ സ്ഥാപനം. വൃഗമുനി മോഹന്യംബരീഷാദിവൃത്തേ ശ്വയിതവ ഹി മഹത്വം സർവശർവാദിജൈത്രം ഹാ സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാർവാഗഭിന്നം കിമപി യദവഫാദം തദ്ദിരൂപം തദൈതവൈവാം. അല്ലയോ പരമാത്മ സ്വരൂപനായ ഭഗവാനെ, അവിടുത്തെ മഹാത്മ്യം ശിവൻ തുടങ്ങിയ ദേവന്മാരെക്കാൾ ഉയർന്നതാണെന്ന് വൃകാസുരൻ, ഭൃഗുമഹർഷി, മോഹിനി, അംബരീഷൻ എന്നിവരുടെ കഥകളിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിഷ്കള രൂപങ്ങളിൽ നിന്ന് അഭിന്നമായി യാതൊന്നാണോ ശോഭിക്കുന്നത് അത് അവിടത്തെ സ്വരൂപം തന്നെയാണ്. അപ്പോൾ എല്ലാത്തിലും ഉയർന്നതാണ് ഭഗവാൻ, ഉയർന്ന ആളാണ് വിഷ്ണു ഭഗവാൻ, ഉയർന്ന ഭഗവാനാണ് കൃഷ്ണ ഭഗവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹുഃ പരമാത്മവ പുരേവ സദാശിവോസ്മിൻഹ തത്രേശ്വരസ്തു സവികുണ്ഠപദസ്ത്വമേവ ത്രിത്വം പുനർവചസി സത്യപദേ ത്രിഭാഗേ. ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ, പിന്നെ ഈശ്വരൻ, സദാശിവൻ എന്നിങ്ങനെ പഞ്ചകമെന്ന്
ആ ശൈവന്മാർ പറയപ്പെടുന്നതിൽ സദാശിവൻ എന്ന് പറയുന്നത് പരമാത്മ സ്വരൂപനായ അവിടെ നിന്നാണ്. അപ്പോൾ സദാശിവൻ എന്ന് പറയുന്നത് പോലും ഭഗവാനാണ്, നാരായണനാണ്. അപ്പൊ നാരായണനും പരമശിവനും രണ്ടല്ല, ഒന്നാണ്. അത് മനസ്സിലാക്കുക. ഈശ്വരൻ എന്ന് പറയുന്നതും വൈകുണ്ഠനാഥനായ അവിടെ നിന്നാണ്. ഈശ്വരൻ എന്ന് പറയുന്നതും വൈകുണ്ഠനാഥനായ അവിടെ നിന്നാണ്. അതുപോലെ 3 സ്ഥാനങ്ങളുള്ള സത്യലോകത്തിൽ വിളങ്ങുന്ന ആ ത്രിമൂർത്തികളും അവിടെ നിന്ന് തന്നെയാണ്. അങ്ങനെ 3 സ്ഥാനങ്ങളിലുള്ള സത്യലോകത്തിൽ വിളങ്ങുന്ന ത്രിമൂർത്തികളും അവിടെ നിന്ന് തന്നെയാണ്. തത്രാപി സാത്വികതനും തവ വിഷ്ണുമാഹുർദാദാതു സത്വവിരളോ രജസ്സൈവ പൂർണ്ണഃ സത്വോത്കടത്വമപി ചാസതി തമോ വികാര ചേഷ്ടാധികം ച തവ ശങ്കരാഗ്നിമൂർത്തൗ. ആ ത്രിമൂർത്തികളിൽ സത്വഗുണ സമ്പൂർണമായ മൂർത്തിയാണ് വിഷ്ണു. സത്വഗുണം കുറഞ്ഞതും രജോഗുണം നിറഞ്ഞതുമായ മൂർത്തിരൂപമാണ് ബ്രഹ്മാവ്. സത്വഗുണത്തിന്റെ ആധിക്യവും തമോ ഗുണ പ്രധാനങ്ങളായ പ്രവൃത്തികളുമുള്ള മൂർത്തിയാണ് ശിവൻ. അതായത് സൃഷ്ടി സ്ഥിതി സംഹാരമാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അപ്പം സത്വഗുണം കുറഞ്ഞതും രജോഗുണം, രാജാവിന്റെ ആ ഗുണം കൂടുതലായിട്ടുള്ളതാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ഇനി ശിവഭഗവാനാവട്ടെ സത്വഗുണവും തമോ ഗുണവും ഉണ്ട്. പക്ഷേ സത്വഗുണത്തിന്റെ മൂർത്തി രൂപമാണ്, സത്വഗുണത്തിന്റെ സമ്പൂർണ്ണ മൂർത്തി. സത്വഗുണം തന്റെ ആ എന്താ പറയാ, ആ മനസ്സിലെ നിഷ്കളങ്കമായ ആ സ്നേഹം ഭക്തരോടുള്ള അത്രയും സത്വഗുണത്തിന്റെ മൂർത്തീഭാവമാണ് വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. തം ചത്രിമൂർത്തി ത്രിഗതം പരപൂരുഷം ത്വാം ശർവാത്മബീ ഖലു സർവമയത്വഹേതോഃ ശംസത്യു പാസദാ വിസ്പാസന വിദൗ തദഭിസ്വസ്തസ്തു തദ്രുമമിത്യത്തി ദൃഢം ബഹുഹാന പ്രമാണം. സർവാത്മാവാണെന്ന കാരണത്താൽ ത്രിമൂർത്തികൾക്കും മേലെയായി പരമാത്മ സ്വരൂപനായ സദാശിവനായ അവിടുന്ന് ശിവസ്വരൂപനാണെന്ന് ഉപാസനാ വിധികളിൽ പറയുന്നുണ്ട്. സത്യത്തിൽ അതും അവിടത്തെ തന്നെ രൂപമാണ് എന്ന് ഉറപ്പാക്കുന്ന അനവധി പ്രമാണങ്ങൾ അടിയങ്ങൾക്ക് വൈഷ്ണവർക്കുണ്ട്. അപ്പം ഈ പരമശിവൻ എന്ന് പറയുന്നത് പോലും വിഷ്ണു ഭഗവാനാണ്. വിഷ്ണു ഭഗവാന്റെ മറ്റൊരു രൂപമാണ് പരമശിവൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതായത് അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്, വിഷ്ണു ഭക്തർക്ക്, അതായത് കൃഷ്ണ ഭക്തർക്ക് ഒരിക്കലും ഭഗവാൻ ചിലപ്പോ ദുഃഖങ്ങളായിരിക്കും കൊടുക്കുന്നതെങ്കിൽ കൂടി ആദ്യമേ കുറെ ദുഃഖങ്ങളായിരിക്കും കൊടുക്കുന്നത്. അവർക്ക് ചിലപ്പോ വലിയ വലിയ സമ്പത്തോ ഐശ്വര്യങ്ങളോ അങ്ങനെ ഒരുപാട് ഇതൊന്നും പെട്ടെന്ന് കൊടുക്കുന്നു വരില്ല. ഒരുപാട് ചിലപ്പോൾ വർഷങ്ങൾ, ചിലപ്പോൾ കൊടുത്തില്ലെന്ന് തന്നെ വരും. എന്നാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവര് കൃഷ്ണഭക്തരാണ് അല്ലെങ്കിൽ വിഷ്ണു ഭക്തരാണെങ്കിൽ ഭഗവാൻ ഒരിക്കലും അവരെ കൈവിടുകയില്ല. ഭഗവാന്റെ കയ്യിൽ അവർ ചേർത്ത് പിടിച്ചേക്കും. അവർക്ക് ഈ ഭൂമിയിൽ അവർക്ക് ആ ഒരു ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഉപരി ലോകങ്ങളിൽ ആ ഒരു ഐശ്വര്യം കൊടുക്കും. അത് പരമശിവനിലൂടെ ആണെങ്കിൽ ഭഗവാൻ അങ്ങനെ അനുഗ്രഹിക്കും, അതല്ല വിഷ്ണു ഭഗവാനാണെങ്കിൽ അങ്ങനെ അനുഗ്രഹിക്കും. അപ്പൊ വിഷ്ണുവും പരമശിവനും രണ്ടല്ല, ഒന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആ ദുഃഖങ്ങൾ, നമ്മുടെ ആ സഹനങ്ങള്, നമ്മുടെ സഹനശക്തി, നമ്മുടെ ആ വേദനകള്, നമ്മുടെ ആ സമർപ്പണം, ഭഗവാനോടുള്ള ആ ഭക്തി, ഇതെല്ലാം ഭഗവാൻ തീർച്ചയായിട്ടും കാണും. എപ്പോഴായാലും ഭഗവാൻ കാണും, കാണാതിരിക്കുകയില്ല. അത് കാണാതിരിക്കാൻ കഴിയുന്ന ആളല്ല ഭഗവാൻ. അത് എന്നായാലും നിങ്ങൾക്ക് അതിൻ്റെ ഇതുണ്ടാവും, ഐശ്വര്യങ്ങൾ ഉണ്ടാവും. ആ ഐശ്വര്യം തന്നില്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് ഒരു സ്ഥാനം തരും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു ഇത് ഭഗവാനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏറെ എന്ത് ഇതിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു തമോ അല്ലെങ്കിൽ ആ ഒരു ദുഷ്ടതയിലേക്ക് പോവാതെ ഭഗവാനെയും കൂടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തമോ ഗുണം ഉണ്ടെങ്കിൽ ആ സത്വഗുണവും കൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലായോ? അതാണ് ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ സത്വഗുണവും ഉണ്ട് തമോ ഗുണവും ഉണ്ട്, രണ്ടിതും വരുന്നുണ്ട്. അതായത് ഭഗവാൻ ആ സംഹാരം വരുന്ന സമയത്ത്, അതായത് ദുഷ്ടന്മാരെ സംഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തമോ ഗുണം എടുക്കുന്നത്. അപ്പൊ പരമശിവനും വിഷ്ണുവും രണ്ടല്ല, ഒന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശ്രീശങ്കരോപി ഭഗവാൻ സകലേഷു താവത് ത്വാമേവ മാനയതിയോ നഹി പക്ഷപാതീഹ ത്വന്നിഷ്ടമേവ സാഹി നാമ സഹസ്രകാതി വ്യാഖ്യാദ്ഭവൽ സുതിപ്പരശ്ച ഗതിം ഗതോ വന്ദേ. മറ്റ് സകല ദേവന്മാരിലും വെച്ച് അവിടത്തെ തന്നെയാണ് ഭഗവാൻ ശ്രീശങ്കരാചാര്യ സ്വാമികളും ബഹുമാനിക്കുന്നത്. അദ്ദേഹം പക്ഷപാതിത്വം ഉള്ളവനേയല്ല. ആ ശ്രീശങ്കരാചാര്യ സ്വാമികൾ നാമാദിയായവ വ്യാഖ്യാനിച്ചത് വിഷ്ണു സ്തുതിയെ അടിസ്ഥാനമാക്കിയാണ്. ഒടുവിൽ അവിടത്തെ സ്തുതികളിൽ മുഴുകിയവനായി തന്നെ അദ്ദേഹം പരമഗതി പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ശങ്കരാചാര്യരുടെ മഹത്വമാണ് പറയുന്നത്. ശങ്കരാചാര്യർ അവസാനം പറഞ്ഞ എന്തിനാണ്?
ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോൾ അവസാനം ആ ശങ്കരാചാര്യരും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ശിവഭക്തനായിരുന്ന ദേവീഭക്തനായിരുന്ന ആ ശങ്കരാചാര്യർ ശിവഭക്തനും ദേവീഭക്തനും ഒപ്പം വിഷ്ണുഭക്തനും കൂടെ ആയി. ആ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാണ് എന്ത് ചെയ്തത്? പരമാഗതി പ്രാപിച്ചത്. അപ്പം മനസ്സിലാക്കൂ നിങ്ങൾ. അതാണ് പറയുന്നത് ഈ കലികാലത്തിൽ ഹരേർ നാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ ഒരു നാമം മാത്രമേ ഉള്ളൂ നമുക്ക് കലികാലത്തിൽ രക്ഷ, ഏക രക്ഷ. കലികാലത്തിൽ ഏക രക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ഭഗവാന്റെ ഈ ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൂർത്തിത്രയാദിഭാഗുമവാച മന്ത്രശാസ്ത്ര സാധൗ കളായ സൂക്ഷ്മം സകലേശ്വരം ത്വാം ധ്യാനം ച നിഷ്കളമസൗ പ്രണവേ ഖലുക്ത്യാ ത്വമേവ തത്ര സകളം നിജഗാദനാന്യം. ആ ശങ്കരാചാര്യർ തന്റെ മന്ത്രശാസ്ത്ര ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ ത്രിമൂർത്തികൾക്കും മേലെയുള്ളവനായി സകലർക്കും ഈശ്വരനായ അവിടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ ശങ്കരാചാര്യർ പ്രണവത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാകട്ടെ നിഷ്കള ധ്യാനത്തെക്കുറിച്ചു പറഞ്ഞ ശേഷവും സകലനായ അവിടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് ദേവന്മാരെ അവിടെ പറഞ്ഞതേയില്ല. അപ്പോൾ ആ ശങ്കരാചാര്യർ അവസാനം എന്ത് തന്നെയാണ്? ഭഗവാനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. മന്ത്രശാസ്ത്ര ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ ത്രിമൂർത്തികൾക്കും മേലെയുള്ളവനായി സകലർക്കും ഈശ്വരനായ അവിടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതായത് മറ്റ് ഏത് ദേവന്മാരെക്കാട്ടിലും മുകളിലാണ് കൃഷ്ണൻ, മുകളിലാണ് വിഷ്ണു ഭഗവാൻ, മുകളിലാണ് കൃഷ്ണൻ എന്നുള്ളത് ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റ് ദേവന്മാരെ അവിടെ പറഞ്ഞതേയില്ല. മറ്റ് ദേവന്മാരെ കുറിച്ച് ഭഗവാൻ അവിടെ ശങ്കരാചാര്യർ അവിടെ പറഞ്ഞതേ ഇല്ലായിരുന്നു. സമസ്ത സാരേജ പുരാണ സംഗ്രഹേ വിസംശയം ത്വമിഹമൈവ വർണ്യതേഹ ത്രിമൂർത്തിയുക്ത സത്യപദ ത്രിഭാഗതഃ പരം പദം തേ കഥിതം ന ശൂലിനഃ. ആ ശങ്കരാചാര്യർ തന്റെ സർവപുരാണ സാരാംശ ഗ്രന്ഥമായ പുരാണ സംഗ്രഹത്തിൽ അവിടുത്തെ മഹാത്മ്യം തന്നെയാണ് നിസ്സംശയമായി വർണ്ണിച്ചിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സത്യലോകത്തിലെ 3 പദങ്ങൾക്കും മേലെയുള്ള പദമായാണ് അവിടുത്തെ സ്ഥാനത്തെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവിടം ശിവന്റെ സ്ഥാനമേ അല്ല. അപ്പം ഈ സത്യലോകത്തെക്കാട്ടിലുമൊക്കെ മറ്റുള്ള ലോകങ്ങളെക്കാട്ടിലുമൊക്കെ കൈലാസത്തെക്കാട്ടിലുമൊക്കെ ഉയർന്ന പദമാണ് വിഷ്ണുപദം എന്നുള്ളത് ഇവിടെ നിസ്സംശയമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. പുരാണ സംഗ്രഹത്തിലാണ്, സർവപുരാണ സാരാംശ ഗ്രന്ഥമായ പുരാണ സംഗ്രഹത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യത് ബ്രഹ്മകൽപ ഇഹ ഭാഗവത ദ്വിതീയ സ്കന്ധോദിതം ബപുരനാവൃതമീശദാത്രീഹ തസ്സൈവ നാമ ഹരിശർവമുഖം ജഗാതേ ശ്രീമാധവഃ ശിവപരോ ഭവി പുരാണസാരേ. അല്ലയോ മാധവ, ബ്രഹ്മകൽപ്പത്തിൽ അവിടുന്ന് ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ സ്വരൂപത്തെക്കുറിച്ച് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്രകാരം ബ്രഹ്മകൽപ്പത്തിൽ അവിടുന്ന് ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ സ്വരൂപത്തെ ഹരി എന്നും ശർവൻ എന്നുമുള്ള പേരുകളിലാണ് തന്റെ പുരാണ സാരം എന്ന ഗ്രന്ഥത്തിൽ ശിവഭക്തനായിട്ട് കൂടി മാധവാചാര്യർ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം ശിവഭക്തനായ മാധവാചാര്യർ പോലും ഭഗവാന്റെ ഇതാണ് പറയുന്നത്. അല്ലയോ മാധവ, ബ്രഹ്മകൽപ്പത്തിൽ അവിടുന്ന് ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ സ്വരൂപത്തെക്കുറിച്ച് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത സ്വരൂപത്തെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്രകാരം ബ്രാഹ്മണ കൽപ്പത്തിൽ അവിടുന്ന് ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ സ്വരൂപത്തെ ഹരി എന്നും ശർവൻ എന്നും ഉള്ള പേരുകളിലാണ് തന്റെ പുരാണ സാരം എന്ന ഗ്രന്ഥത്തിൽ ശിവഭക്തനായിട്ട് കൂടി മാധവാചാര്യർ വർണ്ണിച്ചത്. അപ്പം ഏറ്റവും ഉന്നതനാണ് എന്നുള്ള ഇതാണ് ആ ഭഗവാന്റെ സ്വരൂപത്തെ. ഹരിയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള ഭഗവാൻ എന്നുള്ള ഇത് ശിവഭക്തനായിട്ട് കൂടി മാധവാചാര്യൻ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ശിവഭക്തനായിട്ട് കൂടി മാധവാചാര്യൻ അത് വർണ്ണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
യേ സപ്രകൃത്യനുഗുണാ ഗിരിശം ഭജന്തി തേഷാം ബലം ഹി ദൃഢയൈവ തദീയ ഭക്ത്യാഃ വ്യാസോ ഹി തേന കൃതവാനധികാരി ഹേതോഃ സ്കന്ധാദികേഷു തവ ഹാനിവചേ വഹജോർദ്ധവാദൈഃ. ആരാണോ അവരുടെ പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് ശിവനെ ഭജിക്കുന്നത് അവർക്ക് ആ ഉറച്ച ശിവഭക്തി കൊണ്ട് തന്നെ ഫലം ലഭിക്കുന്നു. സ്കന്ദം തുടങ്ങിയ പുരാണങ്ങളിൽ ശിവഭക്തന്മാർക്കായി ആ വേദവ്യാസൻ ചില അർദ്ധവാദങ്ങൾ നിരത്തിക്കൊണ്ട് അവിടത്തെ ഇകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. അപ്പം ശിവഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ശിവഭഗവാൻ തന്നെ ചിലപ്പോൾ നമുക്ക് ആ വിഷ്ണുഭക്തി ഉണ്ടെങ്കിൽ അങ്ങനെ അതിലേക്ക് മാറ്റും ഉള്ളതാണ്. സ്കന്ദപുരാണത്തിൽ ഇങ്ങനെ ഇത് ഇകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാലും നമ്മുടെ കലികാലത്തിൽ നാസ്തൈവ ഗോവിന്ദനാമം അല്ലാതെ മറ്റൊരു നാമം ഇല്ല എന്നുള്ളതാണ്. കലികാലത്തിൽ അത്രയും ഭഗവാന്റെ നാമമാണ്, ഭഗവാന്റെ നാമത്തിനാണ് കുറെ കൂടെ ഇതെന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്, സ്കന്ദം തുടങ്ങിയ പുരാണങ്ങളിൽ ഇകഴ്ത്തി പറഞ്ഞിരിക്കുന്നുണ്ട് എന്നെങ്കിൽ കൂടിയും ഭഗവാൻ ശിവനെ വിശ്വസിക്കുന്നവരായാലും വിഷ്ണുവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശിവഭഗവാൻ തന്നെ അവർക്ക് ആ ഒരു ഇത് വിഷ്ണുവിലേക്കുള്ളൊരിത് കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശിവഭക്തി കൊണ്ട് തന്നെ ഫലം ലഭിക്കുന്നില്ല എന്ന് പറയുന്നില്ല, ശിവഭക്തർക്ക് ഫലം ലഭിക്കുന്നുണ്ട്. എന്നാലും ആ ശിവനോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനിൽ ആ ഒരു ഇത് നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് മനസ്സിലാക്കുക, അതും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, കലികാലത്തില് ഭഗവാന്റെ നാമമല്ലാതെ രക്ഷ നേടാൻ വേണ്ടി കലികാലത്തിലെ ദുരിതങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, ഭയങ്ങളിൽ നിന്ന്, അല്ലാതുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, സകലമിതമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സർവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ ആ നാമം നാരായണ 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 ഗോവിന്ദ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ, ഈ നാമം അല്ലാതെ മറ്റൊരു നാമം ഇല്ല. എല്ലാ നാമം പറയുന്നതിന്റെ കൂടെ ഈ നാമം പറയാന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഭൂതാർത്ഥകീർത്തിരനുവാദ വിരുദ്ധവാദൗ ത്രേതാർത്ഥവാദഗതയഃ കലുരോജനാർദ്ധഃ സ്കന്ധാദികേഷു ബഹവോത്ര വിരുദ്ധവാദാ സത്വപരിഭൂത്യോപശിക്ഷണദ്യാഃ. യഥാർത്ഥമായ ആശയത്തെ വിശദീകരിക്കാൻ ഭൂതാർത്ഥ കീർത്തനം, യാഥാർത്ഥ്യമാക്കാവുന്ന ആശയത്തെ വിശദീകരിക്കാൻ, യാഥാർത്ഥ്യമേ അല്ലാത്ത ആശയത്തെ വിശദീകരിക്കാൻ വിരുദ്ധവാദം എന്നിങ്ങനെയുള്ള 3 വിധമായ അർദ്ധവാദഗതികൾ ഉണ്ട്. ഇത് ഒരു ആശയത്തോട് മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. സ്കന്ധാദി പുരാണങ്ങളിലുള്ളത് അവിടത്തോടുള്ള നിന്ദയും അവിടത്തെ താമസ ഗുണവും നിരൂപണം ചെയ്യുന്ന അത്തരത്തിലുള്ള വിരുദ്ധവാദമാണ്. അപ്പൊ പലരും പല ഗ്രന്ഥങ്ങളിൽ പല കാര്യങ്ങളാണല്ലേ പറയുന്നത്. അപ്പം ചില വിരുദ്ധവാദങ്ങളൊക്കെ പറയാറുണ്ട് എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആഴത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളെ വീണ്ടും ഈ ഭൗതികതയിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ഒരു മാർഗമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വീണ്ടും നമ്മളെ ഈ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വിഷ്ണു ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യുകയില്ല. അതായത് ശിവഭക്തർക്ക് ആണെങ്കിൽ പോലും ചിലപ്പോൾ പെട്ടെന്ന് ശത്രുക്കളൊക്കെ പെട്ടെന്ന് വന്നിട്ട് അവരെ ഉപദ്രവിക്കാനോ അടിക്കാനോ, ഇപ്പം നിങ്ങൾക്ക് തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടാകും, ഓരോ കോളേജുകളിലായാലും പെട്ടെന്ന് തന്നെ കൊല്ലുന്നത്, കൊലപാതകം, ഇതൊക്കെയെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കോപങ്ങൾ കൊണ്ട് സംഭവിക്കും. അപ്പം ഇതൊന്നും നമ്മളിലേക്ക് ബാധിക്കാതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും വിഷ്ണു ഭക്തിയിൽ കൂടെ വരണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് കലികാലത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ വകയുള്ള ദുഷ്ട ആൾക്കാരിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെ ഉൾവലിയ. അവരിപ്പോ നമ്മളോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാനാണെങ്കിൽ ഭഗവാൻ അതും പറഞ്ഞിട്ടുണ്ട്. കാരണം ഭഗവാൻ ഒരു ദുഷ്ടനായ ഒരു അസുരൻ, അയാൾക്ക് ഒരു അർഹതയുമില്ല, മോക്ഷത്തിന് പോലും അയാൾക്ക് അർഹതയില്ലാത്ത സമയത്ത് ഭഗവാൻ അവിടുന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ നമ്മൾ ഓടിപ്പോവുക എന്നുള്ളതാണ്. നമുക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മൾ അവിടുന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഇതിനെ ഒന്നും നമ്മൾ ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നാരായണ ഭക്തിയിലൂടെ നമ്മൾ വീണ്ടും ഈ ഭൗതികതയിലേക്ക് പിടിച്ചു വലിച്ചിടുന്നത് എന്താണ്? മായ എന്ന് പറയുന്നതാണ്. അപ്പൊ ആ ഒരു മായ നമ്മൾ നീക്കാനായിട്ട് മഹാമായയോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കാരണം വെച്ചാൽ നമ്മളിലേക്ക് ഈ പറയുന്ന നെഗറ്റീവ്സ്, ഇങ്ങനെയുള്ള ദുഷ്ട ആൾക്കാർ, ഈ കലിയുഗത്തിൽ വളരെയധികം ദുഷ്ടമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള ആൾക്കാർ നമ്മളിലേക്ക് അടുക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
നമുക്ക് ഒരിക്കലും വെട്ടാൻ നിൽക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ നമ്മളോട് എന്താ പറയാ, നമ്മളെ അത്രയും ഉപദ്രവിക്കാൻ വരുന്ന, ക്രൂരമായിട്ട് വരുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് എതിർക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഭഗവാനായിരിക്കണം, ഭഗവാന്റെ സുദർശന ചക്രം അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു ദുഷ്ടം വരെ നമുക്ക് സാധാരണ മനുഷ്യർക്ക് അങ്ങനെ അവരെ നമുക്ക് വധിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നമുക്ക് വധിക്കാനും കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? പാവപ്പെട്ട അല്ലെങ്കിൽ സന്മനസ്സുള്ളവർ, നല്ല മനസ്സുള്ളവർ തീർച്ചയായിട്ടും വിഷ്ണു ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരു വഴി എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ അവരോട് പോയി എതിർക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ കാരണം അത് രാക്ഷസന്മാരാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞു, ഓരോ കോളേജിലൊക്കെ ഓരോ കുട്ടികൾ ഇങ്ങനെ വധിക്കുന്ന, അത് രാക്ഷസന്മാരാണ് അവരൊക്കെ. അതിനെ വധിച്ചത്, സിദ്ധാർത്ഥനെയൊക്കെ വധിച്ചത് രാക്ഷസന്മാരാണ്. അതുപോലെ വന്ദനെയൊക്കെ വധിച്ച് രാക്ഷസന്മാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള രാക്ഷസന്മാരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ ഭക്തിയിലും കൂടി വരണം എന്നുള്ളതാണ്. ശിവഭക്തി ഓക്കെ, എന്നാലും നമ്മൾ വിഷ്ണു ഭക്തിയിലും കൂടെ വരണം, കൃഷ്ണഭക്തിയിലും കൂടെ വരണം എന്നുള്ളതാണ്. നമ്മൾ പോവാതിരിക്കുക, പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കുക. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെടാം, പക്ഷെ നിങ്ങൾ ഇടപെടാതിരിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ഇടപെടുന്നതിനൊരു പരിധി ഉണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ ആ ഒരു എപ്പോഴും ആ ഒരു അണ്ടർലൈൻ, അതാണ് ആ ഒരു പരിധി, അത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സത്വഗുണ പ്രധാനമായിട്ടുള്ളവര്, സത്വഗുണ രജോ ഗുണ പ്രധാനമായിട്ടുള്ളവരാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ സത്വഗുണ പ്രധാനമായിട്ടുള്ളവർക്ക് തമോ ഗുണ പ്രധാനമായിട്ടുള്ളവരാണെങ്കിൽ കൂടി ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഇത്രയും ഘോരമായിട്ടുള്ള ഒരു രാക്ഷസനെ നമുക്ക് നേരിടാൻ ചിലപ്പോൾ പെട്ടെന്ന് കഴിയില്ല. അപ്പം നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, നമുക്ക് ദൈവികമായിട്ടുള്ള ആ കഴിവുകളൊന്നും ദേവന്മാർക്കേ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കൊടുത്തിട്ടുള്ളൂ. ദേവന്മാർ പോലും ഈ അസുരന്മാരെ പേടിച്ച് ഓടി ഒളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ദേവിയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ദേവിയുടെ ആ ശക്തിയൊക്കെ നമുക്ക് തരുകയാണെങ്കിൽ ഭഗവാൻ, നമ്മൾ ദേവിയാണെങ്കിൽ നമുക്ക് ആയുധങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഇപ്പം നടക്കുമോ? ഇല്ലല്ലോ. നമുക്ക് സാധാരണ ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ ക്ഷമിക്കാനുള്ള കഴിവും വേണം, ക്ഷമയൊക്കെ കുറേ പഠിക്കുകയും വേണം. നമ്മൾ ഇങ്ങനെയുള്ള രാക്ഷസന്മാരോട്, ഇങ്ങനെയുള്ള ദുഷ്ട മനസ്സുള്ളവരോട് നമ്മൾ സംസാരിക്കാൻ ഒരു കാര്യത്തിനും പോവുകയും ചെയ്യരുത്. നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മൾ അടിമയായിട്ട് കിടക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒന്നിലും പ്രതികരിക്കുന്നതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ഒരു അണ്ടർലൈൻ നമ്മൾ എപ്പോഴും ആ ഒരു പരിധി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വിഷ്ണു ഭക്തിയിലും കൂടെ വരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഹരേ കൃഷ്ണ നാമം അല്ലാതെ വേറൊരു മാർഗവും നമുക്ക് ഇല്ല ഇങ്ങനെയുള്ള ദുഷ്ടരിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ നാമം നിങ്ങൾ പറയണം എന്ന് പറയുന്ന കാര്യം അതാണ്. മനസ്സിലായോ? യത്കിഞ്ചിദപ്യവിദുഷാഭി വിഭോ മയോക്തം തന്മത്ര ശാസ്ത്രവചനാദ്യഫി ദൃഷ്ടമേവ വിസ്സോക്തി സാരയമയ ഭാഗവതോപഗീത ക്ലേശാൻ വിദൂയ കുരു ഭക്തി പരാത്മൻ. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, അറിവില്ലാത്തവനായ അടിയൻ ചിലതൊക്കെ പറഞ്ഞു. അപ്രകാരം പറയപ്പെട്ടതൊക്കെ മന്ത്രശാസ്ത്ര വചനാദികളിൽ കാണപ്പെട്ടിട്ടുള്ളവ തന്നെയാണ്. വ്യാസവചന സാരാംശമായ ശ്രീമദ് ഭാഗവത്തിൽ പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്ന അല്ലയോ പരമാത്മ സ്വരൂപനായ ഭഗവാനെ, അടിയന്റെ ദുഃഖങ്ങളെ ഇല്ലാതാക്കി അങ്ങയിൽ ദൃഢമായ ഭക്തി നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ ഭഗവാന്റെ വ്യാസവചന സാരമായ ശ്രീമദ് ഭാഗവതത്തിൽ പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്ന വാക്കുകളാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്? അടിയന്റെ ദുഃഖങ്ങളെ എല്ലാം ഇല്ലാതാക്കി അങ്ങയിൽ ദൃഢഭക്തിയെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറയുകയും. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേശ്യാം. ഹരേ കൃഷ്ണ. അപ്പോൾ കലികാലം എന്ന് പറയുന്നത് കള്ളങ്ങളുടെ, ചതിയുടെ, വഞ്ചനയുടെ, കാപട്യത്തിന്റെ, നമ്മളിൽ നിന്ന് പലതും അപഹരിക്കുന്നവരുടെ, അങ്ങനെ എന്താ പറയുക, ദ്രോഹിക്കുന്നവരുടെ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുള്ള, നമുക്ക് കൂടെ നിന്ന് വരെ നമ്മളെ ചതിക്കുന്ന പലതരത്തിലുള്ള പല നെഗറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ടുള്ള, ആ നെഗറ്റീവ് ചിന്താഗതികൾ കൂടുതലുള്ള കാലമാണ് കലികാലം എന്ന് പറയുന്നത്. അപ്പൊ ഈ കലികാലത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ്സിൽ നിന്നെല്ലാം നമ്മൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും ശിവഭഗവാനെയും ദേവിയെയും ഭജിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കലികാലത്തിൽ വിഷ്ണു ഭഗവാനെയും ശ്രീകൃഷ്ണനെയും കൂടി ഭജിക്കുക തന്നെ വേണം.
അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാന്റെ നാമം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഈ നാമം പറയണമെന്ന് പറയുന്നത്. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ ഈ നാമം പറയണമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും മനസ്സിലാക്കുക, ഇനിയും ഭഗവാന്റെ ഭക്തിയിലോട്ട് വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷ്ണു ഭക്തിയിലും കൂടി വരിക. ഇനിയും ഭഗവാനെ പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവി ഭക്തരും ശിവഭക്തരും എന്നെ അറിയാവുന്നവർ, സത്യമായിട്ട് ഞാനൊരു ദേവീഭക്ത തന്നെയായിരുന്നു. എൻ്റെ കുടുംബദേവി ദേവിയായിരുന്നു. എൻ്റെ വീട്ടിനടുത്ത് ദേവീക്ഷേത്രമാണ്. ശിവക്ഷേത്രത്തിൽ ഞാൻ പോവാറുണ്ട്. എൻ്റെ കുടുംബമായാലും ദേവീഭക്തരും ശിവഭക്തരുമായിരുന്നു ഞങ്ങൾ. എന്നാലും വിഷ്ണു ഭഗവാനെയും കൃഷ്ണനെയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ വിഷ്ണു ക്ഷേത്രമാണ്, കൃഷ്ണക്ഷേത്രമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിഷ്ണു ഭഗവാനെയും കൃഷ്ണനെയും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദേവിയെയും ശിവഭഗവാനെയും ഗണപതി ഭഗവാനെയും മുരുക ഭഗവാനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ഈ ഭക്തികളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് കലികാലത്തിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൃഷ്ണഭക്തിയിലോട്ട് വിഷ്ണു ഭക്തിയിലും കൂടി വന്നേ മതിയായുള്ളൂ. നമ്മൾ ഓം നമഃ ശിവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ നാമങ്ങളും പറയണം. ഭഗവാന്റെ ദേവിയുടെ നാമങ്ങൾ പറയുന്നതിനോടൊപ്പം വിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ പറയണം, കൃഷ്ണന്റെ നാമങ്ങളും പറയണം. കലികാലത്തിൽ നമുക്ക് വിഷ്ണു ഭഗവാന്റെ കൂടെ ഒരു സംരക്ഷണം, കൃഷ്ണന്റെയും കൂടെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നിഷ്കളങ്കരായവർക്കും സ്നേഹമുള്ളവർക്കും മനസ്സിൽ നന്മയുള്ളവർക്കും ആ ഒരു ഇത് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനിൻ്റെയും കൂടെ അനുഗ്രഹം ഉണ്ടായേ തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷ്ണു മഹത്വ സ്ഥാപനം ഞാനിവിടെ പറയുന്നത്. അവസാനം ശങ്കരാചാര്യർ പോലും പറയുന്നത് ഈ ഒരു ഇത് തന്നെയാണ്. കലികാലത്തിൽ നമുക്ക് മുക്തി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ എല്ലാവരും പറയുക. എല്ലാവർക്കും എല്ലാ നല്ലവർക്കും നല്ലത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നന്മയിലേക്ക് വരാത്തവരുണ്ട്, പലതരത്തിലുള്ള ശത്രുത, മറ്റുള്ള ദോഷങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവർ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവരും തീർച്ചയായിട്ടും തിരുത്തി ഭഗവാനിലേക്ക് വരിക. അഹങ്കരിക്കാതിരിക്കുക, ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യാതിരിക്കുക, പാവങ്ങളെ ദ്രോഹിക്കാതിരിക്കുക, സാധുക്കളായ ഭക്തരെ, ഭഗവാന്റെ ഭക്തരെ, ദേവീ ഭക്തരെ, ശിവഭക്തരെ, സാധുക്കളായവരെ, നല്ല ഹൃദയമുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇല്ലാവചനങ്ങൾ പറഞ്ഞ് പരത്താതിരിക്കുക. അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അവനവന്റെ കാര്യങ്ങൾ നോക്കി അവരവരുടെ കർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് പാടെ എടുത്ത് കളഞ്ഞ് ഭഗവാനിലേക്ക് വരിക. ഭഗവാനിൽ സറണ്ടർ ചെയ്യുക, ഭഗവാനിൽ സമർപ്പിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ആവുമ്പോൾ എല്ലാവരും നല്ലവരായിട്ട് വരിക. എല്ലാവരും നല്ലവരായിട്ട് വരുമ്പോൾ ഭഗവാനും അവർക്ക് എല്ലാവർക്കും നല്ലത് വരുത്തുന്നതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അവസാനം പറയുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പം ആ താഴ്മയിലേക്ക് വരിക. എല്ലാവരോടും എനിക്കതാണ് പറയാനുള്ളത്. കുറച്ച് ഹാർഷായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് സാരമില്ല. ചിലപ്പോൾ ആ ഭഗവാൻ തന്നെ ആയിരിക്കും എന്നോട് കുറച്ചുകൂടെ ഒന്ന് ഹാർഷായിട്ട് പറയാൻ പറഞ്ഞത്. കാരണം അത് തന്നെയാണ് വേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ കളയുക, നെഗറ്റീവ്സ് കളയുക. മറ്റുള്ളവരെ ദ്രോഹിച്ച് നമുക്ക് എന്തും നേടാന്നുള്ള നെഗറ്റീവ്സ് കളയുക. ഇനി നിങ്ങളെ ദ്രോഹിക്കുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ മിണ്ടാതിരിക്കുക. അവർ ദ്രോഹിക്കട്ടെ എന്നുവെച്ചാൽ പൂർണ്ണമായും ക്ഷമിക്കണം എന്നല്ല പറയുന്നത്, എങ്കിലും ഞാൻ പറയുകയാണ്, അത് ഭഗവാനോട് പറയുക. അപ്പോൾ അങ്ങനെ വരിക. എല്ലാ നല്ലവർക്കും, ഇനി നല്ലതാവാൻ പോകുന്നവർക്കും എല്ലാവരും നല്ലവരാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ഭഗവാൻ കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേ ശ്യാം. ഹരേ കൃഷ്ണ. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേ നോക്കാം കേട്ടോ. അർജുൻ, ധർം, ശശിധരൻ രമേശ്, ഡാർക്ക് സോൾ, സോജ സുമേഷ്,
സുനിൽ ഐ കുമാർ, രഞ്ജു, സുനിൽ, രഞ്ജു, ടോം ആൻഡ് ജെറി, സുനിൽ കുമാർ, അച്ചു കൃഷ്ണ, സുനിൽ ഐ കുമാർ ഇന്നലെ പോകുന്നത് കണ്ട്. താങ്ക് യു. ഹരേ കൃഷ്ണ. അച്ചു കൃഷ്ണ. പാട്ട് സൂപ്പർ. താങ്ക് യു അച്ചു കൃഷ്ണ. ഹരേ കൃഷ്ണ. അതെ, ബുക്ക് നോക്കിയാണ് പറയുന്നത്. ഹാൻഡ്ലൂംസ് കുത്തംപുള്ളി. അച്ചു കൃഷ്ണ. ബുക്ക് എവിടെ കിട്ടും? ബുക്ക് നമുക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങാം. അതല്ല, ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂരാണെന്നാണെങ്കിൽ നാരായണീയം വാങ്ങാം. ഇതാണ് നാരായണീയത്തിൻ്റെ ആ ഒരു പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഗുരുവായൂരിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തന്നെ കിട്ടും. അതല്ലെങ്കിൽ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ട്, അവിടെ നിന്നാണെങ്കിലും കിട്ടും. സൂപ്പർ ലൈവ്. താങ്ക് യു. ഹരേ കൃഷ്ണ. സുനിൽ കുമാർ, ഹരിത ചേച്ചി, നന്ദന, ഷിബിൻ രാജൻ, മഹേഷ് മഹി, ഹായ്. ആൽവിൻ മനീഷ്, സുനിൽ ഹരിതം, ഹായ്. ഹരേ കൃഷ്ണ. മഹേഷ് മഹി, ഹരേ കൃഷ്ണ. സുനിൽ ഹരിത. വിനു കുമാർ, ഹായ്. ഹരേ കൃഷ്ണ. അനു, ചന്ദന, ദിവ്യ, ഹരേ കൃഷ്ണ. ഓ സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ജയ ശ്രീ രാധേ ശ്യാം.